യേശു കർത്താവിൻ്റെ മഹത്വമുള്ള നാമത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടു കൂടി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ, ദൈവവചന കേൾവിക്കായി ദൈവിക സ്പർശനം കൊതിച്ച് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ട എല്ലാ ദൈവമക്കൾക്കും, കർത്താവിൻ്റെ വിലയേറിയ ദാസന്മാർക്കും, വിശേഷാൽ കുഞ്ഞുങ്ങൾക്കും യേശു കർത്താവിൻ്റെ മധുരമുള്ള നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു. ദൈവത്തിൻ്റെ വിശ്വസ്തതയും ദൈവത്തിൻ്റെ ദയ നിമിത്തം ഞാൻ ദൈവത്തിന് സകല മഹത്വവും അർപ്പിക്കുന്നു. ഒരിക്കൽ കൂടെ ദൈവവചനവുമായിട്ട് ഇന്ന് രാത്രി ഇവിടെ നിൽക്കുവാൻ കർത്താവ് എനിക്ക് നീട്ടിത്തന്ന ആയുസ്സിനായിട്ട്, തന്ന അവസരത്തിനായിട്ട്, ഈ രാത്രിയിലും ഇവിടെ നിൽക്കുവാൻ കർത്താവ് നൽകുന്ന ആരോഗ്യത്തിനായിട്ട്, വചനം ഈ രാത്രി സംസാരിക്കുവാൻ കർത്താവ് നൽകുന്ന അധികാരത്തിനായിട്ട്, അഭിഷേകത്തിനായിട്ട്, അവസരത്തിനായിട്ട് എല്ലാം ഞാൻ കർത്താവിൻ്റെ മഹത്വം ഉറപ്പിക്കുന്നു. ദൈവവചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായിട്ട് വളരെ പരിചയമുള്ള ഒരു വേദഭാഗത്തിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം, അതിൻ്റെ 1-ാം അധ്യായം, അതിൻ്റെ 9-ാം വാക്യമാണ് ഇന്ന് രാത്രി നിങ്ങളുടെ മുൻപിൽ വെക്കുവാൻ ഞാൻ താല്പര്യപ്പെടുന്നത്. 1 കൊരിന്ത്യർ 1:9. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തൻ. ആ വാക്യം ആംപ്ലിഫൈഡ് ബൈബിളിൽ നിന്ന് ഞാൻ ഇംഗ്ലീഷിൽ നിന്ന് വായിച്ചോളട്ടെ. God is faithful. That means He is reliable, trustworthy, and ever true to His promises. He can be depended on, and through Him you were called into fellowship with His Son Jesus Christ our Lord. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തൻ. അവന് ആശ്രയിപ്പാൻ കൊള്ളാകുന്നവൻ, ഒരിക്കലും മാറാത്തവൻ, തൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അതെല്ലാം നിവർത്തിക്കാൻ ശക്തൻ. ഹി ഈസ് റിലയബിൾ, ഹി ഈസ് ഡിപ്പെൻഡബിൾ, ഹി ഈസ് ട്രസ്റ്റ്വർത്തി. ദൈവം നമ്മോട് പറഞ്ഞിട്ടുള്ള വാഗ്ദത്തങ്ങളെ മുഴുവൻ നിവർത്തിക്കാൻ തക്കവണ്ണം വിശ്വസ്തനായ നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, കണ്ണിൻമണി പോലെ കാത്തിടുന്നവൻ. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മതിയായവനാണ്. ഹല്ലേലൂയ. അന്ത്യം വരെ വഴുതാതെ തൻ്റെ വലങ്കരം കൊണ്ട്, തൻ്റെ പൊൻകരം കൊണ്ട് നമ്മെ താങ്ങി നടത്താൻ ശക്തനായ, വിശ്വസ്തനായ, ബലമുള്ള, കരുത്തുള്ള ഒരു ദൈവമാണ് തൻ്റെ പുത്രൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചത്. കഴിഞ്ഞ 56-ൽ പരം വർഷങ്ങളായി ഞാൻ കൺവെൻഷനുകളിൽ പ്രസംഗിക്കുന്ന ആളാണ്. എന്നോട് യേശു കർത്താവിനെ കുറിച്ച്, ദൈവത്തെക്കുറിച്ച് ഒറ്റ വാചകത്തിൽ മറുപടി ഒന്ന് വിശദീകരിക്കാമോ എന്ന് ചോദിച്ചാൽ ഇച്ചിരി പ്രയാസമാണെന്ന് ആദ്യം തോന്നുമെങ്കിലും ഇല്ല, ഒറ്റ വാചകത്തിൽ തന്നെ പറയാം. തിയോളജിക്കലായിട്ട്, കാരണം ഒത്തിരി വർഷങ്ങൾ കൊണ്ട് ദൈവവചനം പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്ന നിലയിൽ തിയോളജിക്കലായിട്ട് കർത്താവിനെ കുറിച്ച് ഒത്തിരി 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 മണിക്കൂറുകൾ പറഞ്ഞാൽ മതിയാകാത്ത വിധത്തിൽ വിശദീകരിക്കാൻ കഴിയുമെങ്കിലും
അവൻ സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയും നിത്യനും പരിശുദ്ധനുമായി ആമേൻ. നിത്യനായ ദൈവത്തെക്കുറിച്ച് എത്ര വിശദീകരിച്ചാലും തീരില്ലെങ്കിലും ഒരു വാചകത്തിൽ പറയാം. പക്ഷെ ഞാൻ പൗലോസ്ലിഹായെ കടമെടുക്കേണ്ടി വരും. പൗലോസ് പറയുന്നു അവൻ വിശ്വസ്തനാണ്. അതിൽ കൂടുതലൊന്നും പറയാനില്ല. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. ആരെല്ലാം കൈവിട്ടാലും, ആരെല്ലാം അവിശ്വസ്തരായാലും, ആരെല്ലാം പിന്മാറിയാലും, ആരെല്ലാം ഉപേക്ഷിച്ചാലും, സ്നേഹിക്കുന്നവരൊക്കെ വെറുത്താലും, ആമേൻ, ഉറ്റവരും ഉടയവരുമെന്ന് കരുതുന്നവരൊക്കെ തള്ളിക്കളഞ്ഞാലും വിളിച്ച ദൈവം വിശ്വസ്തനാണ്, ഉണ്മയുള്ളവനാണ്. ആകാശം മാറിപ്പോകും, ഭൂമിയും മാറിപ്പോകും, മാറാതുള്ളത് അവൻ്റെ വാഗ്ദത്തങ്ങൾ, മാറാതുള്ളത് അവൻ താൻ വാഴുകയാൽ ആകുലമൊട്ടുമില്ല. Because he lives, I can face tomorrow. Hallelujah. അനാഥനല്ല ഞാനിനി. അതെ, അവകാശിയാണ് ഞാൻ. അനാഥനല്ല ഞാൻ, അവകാശിയാണ്. എൻ്റെ ദൈവം വിശ്വസ്തനാണ്. 14 വയസ്സിൽ ഞാൻ അനുഭവിച്ചറിഞ്ഞതാ എൻ്റെ ദൈവം വിശ്വസ്തനാണെന്ന്. അപ്പനും അമ്മയും ഉപേക്ഷിച്ചാലും എന്നെ ചേർത്ത് കൊള്ളുന്ന, ആരെല്ലാം സ്വന്തമല്ലെന്ന് പറഞ്ഞാലും നീ എൻ്റെ സ്വന്തമെന്ന് പറഞ്ഞ് ചേർത്തണയ്ക്കുന്നവൻ, ചങ്കിലെ ചുടിച്ചോര തന്ന് വീണ്ടെടുത്ത എൻ്റെ കർത്താവ് മതിയായവനാണെന്ന്, അവൻ വിശ്വസ്തനാണെന്ന് എത്ര പറഞ്ഞാലും അങ്ങോട്ട് തീരില്ല. സ്തോത്രം. ദൈവം വിശ്വസ്തനാണ്. ഞാൻ യഹോവയുടെ ദയയെക്കുറിച്ച് എന്നും എന്നേക്കും പാടും എന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഞാൻ ദൈവത്തിൻ്റെ വിശ്വസ്തതയെക്കുറിച്ച് എന്നും എന്നേക്കും പാടും. 138 സങ്കീർത്തനം 2 വാക്യം, നിന്റെ ദയയും വിശ്വസ്തതയും നിമിത്തം തിരുനാമത്തിന് ഞാൻ സ്തോത്രം ചെയ്യും. നിന്റെ നാമത്തിൽ മീതിയൊക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾ നോക്കൂ, ഈ കൊരിന്ത്യ ലേഖനത്തിൽ തന്നെ പൗലോസ് എടുത്തെടുത്തു പറയുന്ന ദൈവത്തിൻ്റെ വിശേഷതയാണ് അവൻ്റെ വിശ്വസ്തത. 10 അധ്യായത്തിൻ്റെ 13 വാക്യം ശ്രദ്ധിച്ചേ. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിന് മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. വീണ്ടും 2 കൊരിന്ത്യർ 1:18 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പറയുന്നു, നിങ്ങളോടുള്ള അവൻ്റെ വചനം ഒരിക്കൽ ഉവ്വ എന്നും മറ്റൊരിക്കൽ ഇല്ല എന്നും ആയിരുന്നില്ല എന്നതിന് വിശ്വസ്തനായ ദൈവം തന്നെ സാക്ഷി. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും അവനിൽ ഉവ്വ് എന്നത്രേ. അതുകൊണ്ട് ഞങ്ങളാൽ ദൈവത്തിന് മഹത്വം ഉണ്ടാകുമാറ് അവനിൽ ആമേൻ എന്നും തന്നെ. ദൈവത്തിന് സ്തോത്രം. ആ വാക്യം തുടങ്ങുന്നത് ഗ്രീക്കിൽ കുറച്ചുകൂടെ ദൈവത്തിൻ്റെ വിശ്വസ്തതയെ ഊന്നി പറയേണ്ടതിന്, വിശ്വസ്തനായ ദൈവം തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ചിരിക്കുന്നു എന്നാണ്. ദൈവത്തിൻ്റെ വിശ്വസ്തത ഒന്ന് ചിന്തിച്ചു നോക്കിയേ. നടത്തിയ വിധങ്ങൾ നോക്കിയേ, കൊണ്ടുവന്ന വഴികളൊന്നും നോക്കിയേ. സ്തോത്രം. അവൻ്റെ വിശ്വസ്തത എത്ര വലുതാ! അത് സ്വർഗത്തെക്കാൾ ഉന്നതമല്ലേ? അത് സ്വർഗത്തെക്കാൾ ഉന്നതമല്ലേ? ദൈവത്തിൻ്റെ വിശ്വസ്തത അവർണ്ണനീയമല്ലേ? ദൈവത്തിൻ്റെ വിശ്വസ്തത നമ്മുടെ ചിന്തകൾക്കെല്ലാം അപ്പുറത്തല്ലേ? നാം നമ്മുടെ പാപങ്ങളെ അവനോട് ഏറ്റുപറഞ്ഞപ്പോൾ അത് ക്ഷമിച്ചു തരാൻ അവൻ വിശ്വസ്തനായിരുന്നില്ലേ? ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ ഇതുവരെ നമ്മെ കാത്തതിൽ അവന്റെ വിശ്വസ്തത വലുതായിരുന്നില്ലേ? ആമേൻ. അന്ത്യത്തോളം നമ്മെ കാക്കാൻ അവൻ വിശ്വസ്തനല്ലേ? എന്തോ ഞാൻ ഈ പറഞ്ഞു വരുതേ, എൻ്റെ കർത്താവ് വിശ്വസ്തനാ. എൻ്റെ കർത്താവ് വിശ്വസ്തനാ. ഹല്ലേലൂയ, ഹല്ലേലൂയ. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ.
വിളിച്ച ദൈവം. നമ്മുടെ പ്രത്യേകത എന്താണെന്നറിയോ? ഇന്ന് രാത്രി കൺവെൻഷന് വേണ്ടി ക്ഷണിച്ചതുകൊണ്ട് നിങ്ങളെല്ലാം വന്നവരാ, വിളിക്കപ്പെട്ടവരാ നിങ്ങൾ ഈ കൺവെൻഷന് വേണ്ടി. എന്നാൽ ദൈവസഭയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ദൈവസഭ എന്ന് പറഞ്ഞാൽ എന്താ? എക്ലീഷ്യ എന്ന് പറഞ്ഞാൽ എന്താ? വിളിക്കപ്പെട്ടവരുടെ കൂട്ടം. എവിടുന്നാ വിളിക്കപ്പെട്ടത്? അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സൽഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതി, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ സാധാരണ പറയാറുണ്ട്, ദൈവമക്കളോട് ഞാൻ പറയാറുണ്ട്, നിങ്ങൾ ആപ്പേ ഉപ്പേ ഒന്നും അല്ല. നിങ്ങൾ ആരാന്നറിയോ? നിങ്ങൾ ആരാന്നറിയോ? യു ബിലോങ്സ് ടു റോയൽ പ്രീസ്റ്റ്ഹുഡ്, രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം, സ്വന്തം ജനം. ഹല്ലേലൂയ. എന്തുകൊണ്ട് ഈ പദവി കിട്ടി? ബൈ ഹിസ് ഗ്രേസ് വി ആർ കോൾഡ്. ഒത്തിരി പേരുണ്ടായിരുന്നു, നമ്മുടെ ചുറ്റും ഒരുപാട് പേരുണ്ടായിരുന്നു. ഈ കൺവെൻഷന് തന്നെ എത്രയോ പേരെ വിളിച്ചതാ. നിങ്ങൾക്കെല്ലാം വരാൻ മനസ്സായുള്ളൂ. അവർക്കും ഈ മുറ്റം തുറന്നു കിടക്കല്ലായിരുന്നു. ഇവിടെ ഗേറ്റ് ഇല്ലല്ലോ, തുറന്നു കിടക്കല്ലായിരുന്നു. പക്ഷെ അവരാരും വന്നില്ല, അവരാരും അതിന് യോഗ്യരായില്ല. അതാ അതിൻ്റെ അർത്ഥം. രാജപുത്രൻ്റെ കല്യാണത്തിന് എല്ലാവരെയും വിളിച്ചല്ലേ, വിളിച്ചവർക്കെല്ലാം കുറി കിട്ടിയതല്ലേ. സ്തോത്രം. രാജപുത്രൻ്റെ കല്യാണം ഇന്ന ദിവസമാണ്, നിങ്ങൾ കുടുംബമായി വരണമെന്ന് പറഞ്ഞല്ലേ കുറി കൊടുത്തു വിട്ടത്. പക്ഷേ തക്ക സമയമായപ്പം ആമേൻ ഓരോരുത്തർ പിന്മാറി. ഒരുത്തൻ പറഞ്ഞു, ഞാൻ കാളയെ വാങ്ങിച്ചു, കാണാൻ പോവാന്ന്. എടാ, കാളെ എരുത്തിൽ കെട്ടിയിട്ടേച്ച് നിനക്ക് ഇങ്ങോട്ട് വരാൻ വയ്യായിരുന്നോ? അതുമല്ല, മാരാരിത്തോട്ടത്ത് പോയി നീ കാളയെ വാങ്ങിച്ചപ്പം കാളയുടെ പല്ല് പിടിച്ച് നോക്കാതാണോ നീ കാളയെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടിയച്ചാന്നോ നീ കാളയെ നോക്കാൻ പോന്നേ? സ്തോത്രം. വേറൊരുത്തം പറയാം, ഞാൻ കല്യാണം കഴിച്ചെന്ന്. അതിനെടാ, നിന്നെ ഒറ്റയ്ക്ക് കല്യാണത്തിന് ആരെങ്കിലും വിളിച്ചോ? കുടുംബമായി കാലയെ കൂട്ടി വരണമെന്നല്ലേ കുറിയിൽ എഴുതി വെച്ചേക്കുന്നേ? പെണ്ണുമ്പിള്ളേ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് വരാൻ വയ്യായിരുന്നോ? വന്നില്ല. മറ്റെന്താ പറഞ്ഞേ? നിലം വാങ്ങിച്ചെന്ന്. നിലം വാങ്ങിച്ച് പൈസയും കൊടുത്തു കഴിഞ്ഞിട്ടാണോ സർവേക്കാരനെ വിളിച്ച് അളപ്പിക്കുന്നേ? അല്ല, ഇതൊക്കെ കേവലം ഒഴികഴിവുകളാണ്. അതിനകത്ത് എഴുതിയിട്ടുണ്ട് സത്യത്തിൽ. കാരണം എന്താന്ന്? യവനൊന്നും യോഗ്യനായില്ല. കുഞ്ഞാടിൻ്റെ കല്യാണത്തിന് വരാൻ യവനൊന്നും യോഗ്യനല്ല, അതുകൊണ്ടാണ് വരാഞ്ഞത്. ഹല്ലേലൂയ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ വന്നാരാന്നറിയോ? നീ ചെന്ന് ഹൈവേസിലും ബൈവേസിലും ഇടവഴിയിലും ഒക്കെ കാണുന്നവരെ വിളിക്ക്, എല്ലാം ഒരുങ്ങിയിരിക്കുന്ന പറ. കാട്ടുപ്രാക്കൾ കൂട്ടമായി വിരുന്നുശാലയിലേക്ക് കയറാൻ തുടങ്ങി. ദൈവത്തിൻ്റെ പൈതലെ, ദൈവം നിനക്ക് അവസരങ്ങളെ നീട്ടിത്തരുമ്പോൾ ഒരു കഴിവ് പറയാതെ രക്ഷയെന്ന് വിചാരിച്ച് ദൈവത്തിൻ്റെ വിളിക്ക് കീഴ്പ്പെടാൻ നിനക്ക് ഭാഗ്യം ലഭിച്ചാൽ നീ ഭാഗ്യവാനാ. അവസരം കളയരുത്, അവസരം നഷ്ടപ്പെടുത്തരുത്. എന്താ കർത്താവ് വരാൻ താമസിക്കുന്നേ? ചില പരിഹാസികൾ പറയുന്ന പോലെ കർത്താവ് തൻ്റെ വാഗ്ദത്തം നിവർത്തിപ്പാൻ ഒട്ടും താമസിക്കുന്നില്ല. അവൻ നിശ്ചയമായിട്ടും വരും. എന്നാൽ അല്പമെങ്കിലും താമസിച്ചെങ്കിൽ നീയും കൂടെ രക്ഷിക്കപ്പെടണമെന്ന് അവൻ വിചാരിച്ച് അവസരം നിനക്ക് നീട്ടിത്തന്നതാ. അതെ, അവൻ്റെ ദീർഘക്ഷമ രക്ഷയെന്ന് വിചാരിക്കാൻ ഈ നാട്ടുകാര് കഴിയുമെങ്കിൽ നിങ്ങൾക്കത് ഭാഗ്യമാണ്. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇനി അധികം പോവുകയില്ല, ഇനി അധികം നീളുകയില്ല. കാലമെല്ലാം ഇങ്ങനെ പോകില്ല. 1968 ആദ്യമായി ഞാനൊരു കൺവെൻഷൻ ഗ്രൗണ്ടിൽ കൺവെൻഷൻ പ്രസംഗിച്ചു. അന്ന് നോട്ടീസിൽ എൻ്റെ പേരില്ലായിരുന്നു. അന്ന് നോട്ടീസിൽ ആലപ്പുഴ ശവക്കോട്ടപ്പാലത്തിനടുത്ത് ക്രമീകരിച്ച IPCയുടെ ഡിസ്ട്രിക്ട് കൺവെൻഷനിൽ, ആ കൺവെൻഷൻ്റെ അവസാന രാത്രി പ്രസംഗിക്കേണ്ടത് അന്ന് കേരളം കേട്ടിട്ടുള്ള ഏറ്റവും ഭയങ്കര ശബ്ദം, ഏറ്റവും വലിയ സുവിശേഷ ശബ്ദം, ഹല്ലേലൂയ, പാസ്റ്റർ PM ഫിലിപ്പാണ്. പക്ഷേ അതിൻ്റെ ചില ദിവസങ്ങൾക്ക് മുൻപ്
യേശു കർത്താവിനെ രുചിച്ചറിഞ്ഞ എന്നെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം ആലപ്പുഴയ്ക്ക് പോകുമ്പോൾ സ്തോത്രം തിരുനക്കര നിന്ന് ബോട്ട് കയറി കഴിഞ്ഞപ്പോഴെൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഈ കായലൊക്കെ കണ്ട് സുഖിച്ച് പോകണമെന്നാണ്. പക്ഷേ ഇച്ചിരി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ പാസ്റ്റർ PM പുൽപ്പനോട് പറഞ്ഞു, വൈദ്യരെ എന്നും നീയാണ് പ്രസംഗിക്കുന്നത്. അന്തം വിട്ടുപോയി, പേടിച്ചു പോയി. ഞാൻ എന്നിട്ട് ചോദിച്ചു, അപ്പച്ച എത്ര മിനിറ്റ്, എത്ര മണിക്കൂർ നിനക്ക് പ്രസംഗിക്കാവോ അത്രയും മണിക്കൂർ ഇന്ന് നീ പ്രസംഗിക്കും. തമ്പുരാനെ. പിന്നെ ഞാൻ കായലും കണ്ടില്ല, ബോട്ടും കണ്ടില്ല, ഒന്നും കണ്ടില്ല. കണ്ണുമടച്ച് ഞാൻ പേടിച്ച് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ ഞാൻ എന്തോ ചെയ്യണം, ഞാൻ എന്തുവാ ചെയ്യണ്ടേ, ഞാൻ ഒരുങ്ങിയിട്ടില്ല, എനിക്കറിയത്തില്ല എന്താ പ്രസംഗിക്കണമെന്ന്. കർത്താവ് പറഞ്ഞു, നിന്നെ വിശ്വാസത്തിലേക്ക് ആ ദൈവദാസൻ നടത്തിയ അതേ പ്രസംഗം നിനക്കെങ്ങനെ മനസ്സിലായി? നീ എന്തുവാ കേട്ടത്? അതെങ്ങനെയാണ് നിന്നെ രൂപാന്തരപ്പെടുത്തിയത്? തട്ടിവിട്ടോളാൻ പറഞ്ഞു. ഭയങ്കര ആശ്വാസമായി, ഭയങ്കര ആശ്വാസമായി. ഹല്ലേലൂയ. ഞാനങ്ങനെ ഇരിക്കുക. ആലപ്പുഴ ചെന്നത് ഞാൻ അറിഞ്ഞില്ല. അപ്പച്ചൻ പറഞ്ഞു, എടാ ഇവിടെ ഇറങ്ങണ്ടേ? ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പം ഞങ്ങളെ കാത്തവിടെ ആൾ നിൽപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെ കൂടെ ഞങ്ങൾ കുട്ടായിച്ചായൻ്റെ വീട്ടിലെത്തി. അതേ അല്പം വിശ്രമിക്കാനായിട്ട് അതേ കാപ്പിയും കുടിച്ചിട്ട് റൂമിലേക്ക് ഞങ്ങൾ രണ്ട് കയറി. എന്തോ പ്രസംഗിക്കേണ്ടെന്ന് പിന്നെ ഞാൻ ആലോചിക്കുകയാണ്. സ്തോത്രം. വൈകുന്നേരമായി, യോഗസ്ഥലത്തെത്തി. അന്ന് യോഗം ലീഡ് ചെയ്യുന്നത് ജോർജ് പിള്ള എന്ന് പറയുന്നൊരു ദൈവദാസനാണ്. അദ്ദേഹം ഈ ഭരണിക്കാവിൽ കൂടെ പലപ്പോഴും പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ജോർജ് പിള്ള അദ്ദേഹം ആണ് അന്ന് അവിടെ. ആ ദിവസം ഞാൻ കണ്ടിട്ടില്ല, അന്നാണ് ആദ്യം കാണുന്നത്. അദ്ദേഹത്തോട് പാസ്റ്റർ PM ഫിലിപ്പ് പറഞ്ഞു, കോശി വൈദ്യൻ തേവലക്കര വൈദ്യ കുടുംബത്തിൽപ്പെട്ട ഒരു ബാലകനാണ്, അവൻ ഇന്ന് പ്രസംഗിക്കും. ജോർജ് പിള്ളയ്ക്ക് ഒരു പിടിയും കിട്ടിയില്ല, ഒന്നും മനസ്സിലായില്ല. എങ്കിലും ജോർജ് പിള്ള പറഞ്ഞു, ശാലയം ബൈബിൾ കോളേജിൽ പാസ്റ്റർ PM ഫിലിപ്പിൻ്റെ അവിടെ പഠിക്കുന്ന തേവലക്കരക്കാരൻ വൈദ്യ കുടുംബത്തിൽപ്പെട്ട ഒരു പയ്യൻ വന്നിട്ടുണ്ട്. അവൻ 2 മിനിറ്റ് കൊണ്ട് തൻ്റെ സാക്ഷ്യം പറയും. പാസ്റ്റർ PM ഫിലിപ്പ് ചാടി അങ്ങോട്ട് എഴുന്നേറ്റ് അങ്ങയുടെ കയ്യിൽ നിന്ന് മൈക്രോഫോൺ ഇങ്ങോട്ട് പിടിച്ചു വാങ്ങിച്ചിട്ട് എൻ്റെ കയ്യിലോട്ട് എന്ന് പറഞ്ഞു, കയറിയെന്ന് പ്രസംഗിക്കടാ, ഞാനല്ലേ പറഞ്ഞേ എത്ര മണിക്കൂർ പ്രസംഗിക്കാവോ അത്രയും മണിക്കൂർ. ഞാൻ കണ്ണു അടച്ചുകൊണ്ട് കയറി നിന്ന് ചില ദിവസങ്ങൾക്ക് മുമ്പ് പാസ്റ്റർ PM ഫിലിപ്പ് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ടെസ്റ്റ് അങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. ആമേൻ. ഇസ്രായേലിലെ മഹാപുരോഹിതൻ ജനത്തിൻ്റെ പാപത്തിൻ്റെ പരിഹാരത്തിനായി രക്തം വിശുദ്ധ മന്ദിരത്തിലേക്ക് കൊണ്ടുപോകുന്ന മൃഗത്തിൻ്റെ ഉടൽ പാളയത്തിന് പുറത്തു വെച്ച് ചുട്ടുകളയുന്നു. അങ്ങനെ യേശുവും ജനത്തെ ഒരിക്കലായി വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടമനുഭവിച്ചു. ആകയാൽ നാം അവൻ്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവൻ്റെ അടുക്കൽ ചെല്ലൂ. ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം ഇച്ഛിക്കുന്നത്. അതുകൊണ്ട് അവൻ്റെ നാമത്തെ ഏറ്റു പറയുന്ന ആദരബലമെന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുന്നവരായിരിപ്പി. നന്മ ചെയ്യുവാനും കൂട്ടായ്മ കാണിപ്പാനും മറക്കരുത്. ആ വക യാഗത്തിലല്ലോ ദൈവം പ്രസാദിപ്പിക്കുന്നത്. ആ വാക്യം കൊണ്ട് വായിച്ചു. പാസ്റ്റർ PM ഫിലിപ്പ് ആ വാക്യം വ്യാഖ്യാനിച്ചത് ഞാൻ എങ്ങനെ മനസ്സിലാക്കി? ഞാൻ മനസ്സിലാക്കിയത്, ഞാൻ നിൽക്കുന്ന പാളയം പാരമ്പര്യത്തിൻ്റെ പാളയമാണ്, കർമാചാരത്തിൻ്റെ പാളയമാണ്, ഭക്തിയുടെ പാളയമാണ്. എൻ്റെ പാളയത്തിനകത്ത് പള്ളിയുണ്ട്, എൻ്റെ പാളയത്തിനകത്ത് പട്ടക്കാരുണ്ട്, എൻ്റെ പാളയത്തിനകത്ത് കുർബാനയുണ്ട്, എൻ്റെ പാളയത്തിനകത്ത് കാഴ്ചയ്ക്ക് വലിയത് പലതുമുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഏറ്റവും വലിയ യാഗപീഠം അവിടെയുണ്ട്, ഏറ്റവും വലിയ കാർമ്മികൻ അവിടെയുണ്ട്, ഏറ്റവും വലിയ മത ആചാരങ്ങൾ അവിടെയുണ്ട്, മണിയടിയുണ്ട്, പുകയുണ്ട്, ധൂപമുണ്ട്, സകലതുമുണ്ട്. എന്നാൽ ഇല്ലാത്ത ഒരുവനുണ്ട്, മറ്റാരുമല്ല, മനുഷ്യവർഗത്തിൻ്റെ പാപത്തെ
ചുമത്തിക്കൊണ്ട് ഒരു പച്ച പൈൻമര ക്രൂശും പേറിക്കൊണ്ട് ആമേൻ യെരൂശലേം നഗരവാതിലിന് പുറത്ത്, യെരൂശലേം എന്ന പാളയത്തിന് പുറത്ത് വെച്ചും ഉറച്ചും ഹല്ലേലൂയ അടികൊണ്ട് വീണും പിടഞ്ഞെഴുന്നേറ്റും ഹല്ലേലൂയ ഹല്ലേലൂയ മുൾമുടി അണിഞ്ഞവനായി, മുഖത്ത് രോമം പറിക്കപ്പെട്ടവനായി, പുറമൊഴിവിച്ചാൽ പോലെ നീളത്തിൽ കയറി മാംസപേശികൾ പറിച്ചു തെറിച്ചവനായി, അസ്ഥികളുടെ ബന്ധം വിട്ടവനായി, നാവണ്ണക്കോട് പറ്റിയവനായി, ശക്തി ഓട്ടുകഷ്ണം പോലെ ആയിത്തീർന്നവനായി, സ്വന്തം തോളിന്മേൽ തലചായിച്ച് ഹല്ലേലൂയ ഹല്ലേലൂയ ബാശാൻ കൂറ്റന്മാരുടെ നടുവില് കാട്ടുപോത്തുകളുടെ കൊമ്പുകൾക്കിടയില് അയ്യം വിളിക്കുന്നവനായി, കണ്ടാൽ ആളല്ല എന്ന് തോന്നുമാറ് വിരൂപനായി, സ്വന്തം തോളിൽ തലചായിച്ച് എലോയേ 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 ലമാ ശബക്താനി എന്നുറക്കെ നിലവിളിച്ചുകൊണ്ട് മാർവിടം കുത്തിത്തുളയ്ക്കപ്പെട്ടു. അതിലൂടെ അവസാനത്തെ തുള്ളി രക്തവും പോയിട്ട് പിന്നെ വെള്ളമൊഴുകുന്നവനായി എൻ്റെ പ്രാണപ്രിയനായ യേശു മോദമിടം തിരുമാർവിൽ ഉല്ലാസമായി ചേർന്നിരുന്ന ദൈവത്തിൻ്റെ ഓമനക്കുമാരൻ ആ പാളയത്തിനകത്തില്ല, പാളയത്തിന് പുറത്ത് ആ തലയോട്ടികൾ ചിതറിക്കിടക്കുന്ന, ആ തലയോട്ടിയുടെ ആകൃതിയുള്ള, ആ തലയോടിരമെന്നർത്ഥമുള്ള ഗോൽഗോഥാ മലയുടെ മണ്ടയിൽ സ്വർഗത്തിനും ഭൂമിക്കും മധ്യേ അതിക്രമക്കാരുടെ ഇടവിൽ എനിക്കും ദൈവത്തിനും മധ്യേ മധ്യസ്ഥനായി കിടക്കുന്ന കാഴ്ച അന്ന് രാത്രി ഞാൻ കണ്ടു. ആ കാഴ്ച എന്നെ വ്യത്യാസപ്പെടുത്തി, ആ കാഴ്ച എന്നെ രൂപാന്തരപ്പെടുത്തി, ആ കാഴ്ച എന്നെ വ്യത്യാസപ്പെടുത്തിയത് കൊണ്ടാണ് ഇന്ന് രാത്രി ഞാനിവിടെ നിൽക്കുന്നത്. ആ രാത്രി ഞാനൊരു കാര്യം മനസ്സിലാക്കി. ക്രിസ്ത്യാനിത്വം പാരമ്പര്യമല്ല, ക്രിസ്ത്യാനിത്വം പരിവർത്തനമാണ്. അത് കാൽവറിയുടെ ദർശനം അകത്തുണ്ടാക്കുന്ന പരിവർത്തനം. സ്തോത്രം സ്തോത്രം. അന്നാണ് യേശു പറഞ്ഞ ആ ഉപമയുടെ അർത്ഥം എനിക്ക് മനസ്സിലായത്. മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തുന്നത് പോലെ മനുഷ്യപുത്രനെ ഉയർത്തേണ്ടതാകുന്നു. അവനിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഹല്ലേലൂയ ഹല്ലേലൂയ. അന്ന് പള്ളിപ്രമാണിയായ യായിറോസിന് പള്ളിപ്രമാണിയായ നിക്കോദിമോസിന് യേശു പറഞ്ഞത് മനസ്സിലായില്ല. നീ വീണ്ടും ജനിക്കണമെന്ന് പറഞ്ഞപ്പോൾ അവന് പിടികിട്ടിയില്ല. അവൻ ചോദിച്ചു, ഇനിയും ഞാൻ അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ജനിക്കണോ? ഇപ്പോഴേ ഞാൻ വയസ്സനാണ്. യേശു പറഞ്ഞു, നിക്കോദിമോസേ, നീ ഉപദേഷ്ടാവായിരുന്നിട്ടും നിനക്കിത് മനസ്സിലാകുന്നില്ലേ? ഞാൻ പറഞ്ഞത് ഉദരത്തിൽ നിന്നുള്ള ജനനത്തെക്കുറിച്ചല്ല, ഉയരത്തിൽ നിന്നുള്ള ജനനത്തെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞത് മനുഷ്യൻ്റെ ഇഷ്ടത്താലുള്ള ജനനത്തെക്കുറിച്ചല്ല, ആമേൻ, ദൈവത്തിൻ്റെ ഇഷ്ടത്താലുള്ള ജനനത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. പുരുഷൻ്റെ ബീജത്താലുള്ള ജനനത്തെക്കുറിച്ചല്ല, കെടാത്തതും നിലനിൽക്കുന്നതുമായ ദൈവത്തിൻ്റെ വചനത്താൽ നിന്റെ ഉള്ളിലുണ്ടാകേണ്ട പുതുജനനത്തെക്കുറിച്ചാണ്. എന്നിട്ടും അവന് മനസ്സിലായില്ല. അവന് മനസ്സിലാകാതെ അവൻ ഒതളങ്ങ പോലെ കണ്ണുരുട്ടി കർത്താവിനെ നോക്കിയപ്പോൾ അവന് മനസ്സിലാകുന്ന ഭാഷയിൽ കർത്താവ് പറഞ്ഞതാ, പണ്ട് മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനെ ഉയർത്തും, അവനിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടും. ഇന്ന് രാത്രി പാരമ്പര്യത്തിൽ ആശ്രയിച്ച് ക്രിസ്ത്യാനി എന്ന് അഭിമാനിക്കുന്ന ഏതൊരുവനോടും അനുഭവത്തിലൂടെ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ ദൈവ പൈതലാക്കാൻ പാരമ്പര്യം മതിയാകില്ല. വ്യർത്ഥമായ പാരമ്പര്യത്തെ വിട്ട് അങ്ങ് ദൂരിയ കാൽവരിയില് നിനക്ക് പകരം ദൈവം ഉയർത്തിയ ദൈവ കുഞ്ഞാടിനെ ക്രൂശിൽ കണ്ട് ക്രൂശിന്മേൽ കാണുന്നത് ആരിതാ? പ്രാണനാഥൻ എൻ പേർക്കായി ചാകുന്നു. ആത്മാവേ, പാപത്തിൻ്റെ ശിക്ഷ നീ കാണുക. ദൈവത്തിൻ്റെ പുത്രൻ ശാപത്തിലായല്ലോ. ഈ പാപത്തെ സ്നേഹിപ്പാൻ ഞാനിനി പോകുമോ
ഇല്ല, ഇല്ല, ഞാനിനി ദൈവത്തിൻ്റെ പൈതലായി ജീവിക്കും. ആ തീരുമാനമാണ് നിന്നെ ദൈവ പൈതലാക്കുന്നത്. ഇതുവരെ ആ തീരുമാനത്തിലേക്ക് നീ വന്നിട്ടില്ലെങ്കിൽ ഇന്ന് രാത്രി ആ ക്രൂശിൻ്റെ ചുവട്ടിൽ വന്നു വീണ്, കർത്താവേ, മഹാപാപിയായ എന്നോട് കരുണ തോന്നണമേ, അങ്ങയുടെ പുത്രൻ്റെ ചങ്കിലെ ചോര കൊണ്ട് എന്നെ കഴുകണമേ, എന്നെ അങ്ങയുടെ പൈതലാക്കണമേ എന്ന് നിലവിളിക്കാൻ നീ തയ്യാറാണെങ്കിൽ ഈ രാത്രി രക്താംബരം പോലെ കടിഞ്ചുവപ്പായിരുന്നാലും നിന്റെ പാപത്തെ അവൻ കഴുകി ഹിമം പോലെ വെളുപ്പിക്കും. നിർമ്മലമായ ഒരു ഹൃദയം നിന്നെ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ നിന്റെ ഉള്ളിൽ പുതുക്കി, ഹല്ലേലൂയ, രക്ഷയുടെ സന്തോഷം നിന്നെ അണിയിച്ച്, ഹല്ലേലൂയ, അവൻ്റെ പൈതലായി അവൻ്റെ മാറിടത്തിൽ നിന്നെ ചേർത്തുകൊള്ളാൻ അവൻ നിന്നെ വിളിക്കുകയാണ്. നിന്നെ വിളിച്ച ദൈവം 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗലീല നാട്ടിൽ ആ ഗലീല കടലിൻ്റെ തീരത്ത് ഒരു വലിയ വിളി മുഴങ്ങി. അതിൻ്റെ എക്കോ ഇന്നും അതേ മുഴങ്ങിക്കൊണ്ടിരിക്കുക. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ, നിങ്ങളെല്ലാം എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആശ്വാസമില്ലാതെ അഴലുന്ന ഏതെങ്കിലും ജീവിതങ്ങൾ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നെങ്കിൽ ആശ്വാസദായകൻ യേശു നിന്നെ വിളിക്കുന്നു. യേശു നിന്നെ അൻപോടെ വിളിക്കുന്നു. അവൻ്റെ അടുക്കൽ വരൂ, അവനോട് ചേർന്ന് അവൻ്റെ മുഖമേറ്റെടുത്ത് പഠിപ്പാൻ ഇന്ന് രാത്രി നിന്നെ സമർപ്പിക്കൂ. നിന്റെ ആത്മാവിന് ആശ്വാസം ഈ രാത്രി കിട്ടും. നിന്റെ ഹൃദയത്തിന് ഇന്ന് രാത്രി ആശ്വാസം കിട്ടും. ഹല്ലേലൂയ. ഇന്ന് രാത്രി അവൻ നിനക്ക് സമാധാനം തരും. എത്രയോ എത്രയോ സമാധാനമറ്റ ജീവിതങ്ങൾ യേശുവിൻ്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി സ്വർഗീയ സമാധാനം ആസ്വദിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? ഒരിക്കൽ ഞാൻ അതെ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ഏറ്റവും പഴയ സഭകളിൽ ഒന്നാണ് കൊണ്ണിയൂർ ചർച്ച്. തിരുവനന്തപുരത്ത് തെക്ക് ഉണ്ടപ്പാറ എന്ന സ്ഥലത്താണ് കൊണ്ണിയൂർ ചർച്ച്. ആ ചർച്ചിൻ്റെ ഒരു ഔട്ട് സ്റ്റേഷനായി അവിടുന്ന് ഒരു 3.5 മൈല് അപ്പുറത്ത് ചക്കിപ്പാറ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ആ ചക്കിപ്പാറയിൽ എസിക്കൽ ജോഷുവ സാറിൻ്റെ അനുജൻ സോളമനും എൽസാം സാറിൻ്റെ അനുജൻ ജസ്റ്റിസും എല്ലാം കൂടെ പോയി ഒരു ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങി. അത് പിന്നെ സൺഡേ സ്കൂളായി. കുറേ അത് കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ചർച്ചിന് സാധ്യതയുണ്ടെന്ന് കണ്ടപ്പം അവിടെ പ്രസംഗിക്കാനായിട്ട് ഞാൻ പോയി. ഭാഗ്യവശാൽ ട്രിവാൻഡ്രം ഭാഗത്തുള്ള പല ചർച്ചുകൾക്കും ആരംഭം കുറിക്കാൻ അക്കാലത്ത് ദൈവം എനിക്ക് ഭാഗ്യം തന്നിട്ടുണ്ട്. എന്തായാലും ആ ചക്കിപ്പാറയിൽ ചെന്നു. പാട്ടുകാർ മനോഹരമായി പാടി. പാട്ടൊക്കെ കഴിഞ്ഞിട്ട് പ്രസംഗിക്കാൻ എനിക്ക് അവസരം കിട്ടി. ഞാൻ പ്രസംഗിക്കാൻ കയറിയപ്പോഴല്ല, അവരുടെ പാട്ടുമൊക്കെ കഴിഞ്ഞപ്പം ശാന്തമായ അന്തരീക്ഷം ആയപ്പോൾ എനിക്ക് അടുത്ത വീട്ടുകളിലൊക്കെ ശബ്ദം കേൾക്കാൻ തുടങ്ങി. എന്താ അവിടെ ചക്കിപ്പാറയിൽ കുറച്ച് CSIക്കാരും കുറച്ച് ഹിന്ദുക്കളുണ്ട്. ഹിന്ദുക്കളെക്കാൾ മോശം CSIക്കാരും. അതിൽ പല അച്ചായന്മാരും കിറുക്ക് തന്നെയെല്ലാം തീർത്തേച്ച് ഭയങ്കര ബഹളമാണ് 4 വശത്തും. സ്തോത്രം. ഡിക്ഷണറി ഇല്ലാത്ത പേരുകൾ അവർ വിളിക്കുന്ന അന്യോന്യം. അങ്ങനെ അലറി വിളിക്കുന്ന ആ ശബ്ദം കേട്ടപ്പോൾ എനിക്ക് സഖി കെട്ടു. എനിക്കത് കേട്ട് സഹിക്കാൻ വയ്യ, പ്രസംഗിക്കാനോട്ട് ഒക്കത്തുമില്ല. അപ്പോഴെന്തോ ദൈവാത്മാവിൻ്റെ ഒരു നിയോഗത്തിൽ അതിലോട്ട് കൈവച്ചേച്ച് ഒരലറക്കം. ഇതെന്നെ ചക്കി പറയാ, ഇവിടെ ഒരു സമാധാനവും ഒരുത്തനും ഇല്ലല്ലോ. എന്നാൽ ഇന്ന് രാത്രി മുതൽ അടുത്ത 3 ദിവസം യേശു കർത്താവിൻ്റെ സമാധാനത്തിൻ്റെ സുവിശേഷം ഞാനിവിടെ പ്രസംഗിക്കാൻ പോവുക. അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ ആത്മനിയോഗത്തിൽ ഞാൻ ഈ ചക്കിപ്പാറയുടെ പേര് മാറ്റുക. ഇന്നു മുതൽ ഇത് സമാധാനപുരം എന്നറിയപ്പെടും. ആ കൺവെൻഷൻ കഴിഞ്ഞപ്പോൾ സമാധാനപുരം അസംബ്ലീസ് ഓഫ് ഗോഡ് സഭ അവിടെ സ്ഥാപിച്ചു. ഇന്ന് നിങ്ങൾ അവിടെ ചെന്ന് നോക്ക്, ചക്കിപ്പാറ അവിടെ ഇല്ല. ചക്കിപ്പാറയുടെ പേര് സമാധാനപുരം എന്നാ.
യേശുവിൻ്റെ സുവിശേഷം പ്രസംഗിച്ചാൽ നിന്റെ ചാക്കിപ്പാറ ഇന്ന് സമാധാനപരമാകും. നിന്റെ ചാക്കിപ്പാറ ഇന്ന് രാത്രി സമാധാനത്തിൻ്റെ ഭവനമായി മാറും. സകല ബുദ്ധിയും കവിയുന്ന ദിവ്യ സമാധാനം നിന്റെ ഹൃദയങ്ങളിൽ പകരാൻ സമാധാനത്തിൻ്റെ പ്രഭു ശാലേം രാജാവ് ഇന്ന് രാത്രിയും ഇവിടെ ഉള്ളതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് വീണ്ടും പറഞ്ഞു, ദാഹിക്കുന്ന ഏവരുമേ എൻ്റെ അടുക്കൽ വന്ന് കുടിപ്പീൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. ഇന്ന് രാത്രി ആമേൻ നിന്നെ വിളിക്കുന്നത് നിന്റെ ദാഹം ശമിപ്പിക്കുന്ന ജീവജല ഉറവ നിനക്ക് തുറന്നു തരാനാണ്. യേശുവിൻ്റെ അടുക്കൽ വന്ന് ആർക്കും പിന്നീട് ദാഹിച്ചിട്ടില്ല. ഹല്ലേലൂയ. നിന്റെ ദാഹം മാറ്റാൻ ഒറ്റ ഉറവേ ഉള്ളൂ. അത് യേശുവിൻ്റെ ആമേൻ ഉറവ മാത്രമാണ്, ജീവജല ഉറവ മാത്രമാണ്. നിന്റെ ധനാസക്തി നിനക്ക് എത്ര കിട്ടിയാലും മാറില്ല. 1000 വേണമെന്നല്ലായിരുന്നു ആദ്യം, പിന്നെ അത് 10,000 ആയില്ലേ. 10,000 കിട്ടിയപ്പോൾ ലക്ഷത്തിന് വേണ്ടി ആയില്ലേ പിടി. ലക്ഷം കിട്ടിയപ്പോഴോ കോടി, കോടി കിട്ടിയപ്പോഴോ കോടീശ്വരൻ. എത്ര നാളുകൊണ്ട് ഉണ്ടാക്കുന്നു. ദാഹം തീർന്നോ? ദാഹം തീർന്നോ? പൗലോസ് പറഞ്ഞു, ഉണ്ണാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് വെപ്പീൻ. ഹല്ലേലൂയ. With contentment, with godliness, it is the greatest gain. ആമേൻ. ദൈവഭക്തിയോടുകൂടെ ഉള്ള സംതൃപ്തിയാണ് ഏറ്റവും വലിയ ധനമെന്ന് അറിഞ്ഞിട്ടും ധനാസക്തി മാറിയിട്ടില്ലല്ലോ. ഇല്ല, ദാഹം മാറില്ല. വേറെ ചിലരാണെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം ഒരു പെഗ്ഗ അടിക്കുന്നത് സോഷ്യൽ ഫങ്ഷന് വേണ്ടി, പിന്നെ അതൊരു മഗ്ഗാക്കും, പിന്നെ ആ മഗ് ഒരു കുടമാക്കും, പിന്നെ കുടം ഒരു ബാരലാക്കും, പിന്നെ അവസാനം ഹല്ലേലൂയ കുടിച്ച് കുടിച്ച് ബാരലും തീർത്ത് കഴിഞ്ഞ് ഒടുവിൽ വൈപ്പും കരയിൽ ചെന്നോ, പൈപ്പും കരയല്ല വൈപ്പും കരയിൽ അല്ലെങ്കിൽ പുനലൂരോ വന്ന് വിഷത്തണ്ണി അടിച്ച് തുരഞ്ഞാലും അവൻ്റെ ദാഹം തീരില്ല. ഒരിക്കൽ പുല്ലൊരു വിഷദ്രാവകം അടിച്ച് വിഷത്തണ്ണി അടിച്ച് ഒത്തിരി പേര് ചാവുമ്പം ഞങ്ങളുടെ ഹല്ലേലൂയ അൽദാസെങ്കിലും ഞാനും ഒക്കെ ഓടിച്ചെന്നാ. ഞാനെങ്ങാണ്ട് പോയിട്ട് വരുന്ന ബൈക്ക് നിർത്തി. അപ്പോഴത്തേക്ക് റെയിൽവേ ഗേറ്റ് അടച്ചു കഴിഞ്ഞു. സ്തോത്രം. നോക്കിയപ്പം ഒരു 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 എന്തുവാ പറയുന്നത് ഓട്ടോറിക്ഷ വന്ന് ഗേറ്റിൻ്റെ അടുത്ത് നിർത്തി. നോക്കിയപ്പോൾ അതിനകത്തോട്ട് നോക്കിയപ്പം എന്തോന്ന് പേപ്പർ മില്ലിൻ്റെ അടുത്ത് വിഷത്തണ്ണി അടിച്ചിട്ട് ചാവാൻ പോകുന്നവൻ പിടയ്ക്കുക. അവനെയും കൊണ്ട് വരിക ഹോസ്പിറ്റലിലോട്ട് പോകാൻ. അപ്പോഴത്തേക്ക് അടച്ചുപോയി, ഗേറ്റ് അടച്ചു. അന്നേരം ആകുമ്പോൾ വെള്ളം അടുത്ത ആ കൊച്ചേർമാടക്കടയിൽ നിന്ന് ഖദീജ ബീബി അതേ കൂതയ്ക്കകത്ത് നിന്ന് തണുത്ത വെള്ളം കൊണ്ടുവന്ന് അങ്ങോട്ട് കൊടുത്തു. അതിൻ്റെ വായിലോട്ട് അടിച്ച് ഈ വെള്ളമല്ല മറ്റ വെള്ളം, ഈ വെള്ളമല്ല മറ്റ വെള്ളം. ചാവാൻ പോകുമ്പോഴും അവന് മറ്റേ വെള്ളം വേണ്ടേ. ദാഹം തീരില്ല, മദ്യാസക്തി മാറില്ല. ഹല്ലേലൂയ. വേറെ ചിലർക്ക് ജഡാസക്തിയാ. ഹല്ലേലൂയ. ശമര്യക്കാരിയോട് കർത്താവ് പറയാ, നിനക്ക് 5 എണ്ണം ഉണ്ടായിരുന്നു ഭർത്താക്കന്മാരായിട്ട്, ഇപ്പോൾ ഉള്ളവൻ ഭർത്താവല്ല, ഇപ്പം ട്രയൽ മാരേജ് ആണെന്ന് പറഞ്ഞ് ഒക്കുമോ ഒന്ന് നോക്കി ഇങ്ങനെ പോകുക. ഇല്ല. ഹല്ലേലൂയ. യേശു പറയുക, ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും. ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കയില്ല. അതവെങ്കിൽ നിത്യജീവങ്കിലേക്ക് പൊങ്ങി വരുന്ന നീരുറവായിട്ട് മാറും. ഇന്ന് രാത്രി ദാഹശമനം ആർക്കാ ഉള്ളത്? യേശു ഉള്ളവന് മാത്രമാണ് ദാഹശമനം. യേശു വിളിക്കുകയാണ്, യേശു വിളിക്കുകയാണ്. നിന്റെ ദാഹം മാറ്റാൻ, നിനക്ക് നിത്യജീവൻ തരാൻ, നിനക്ക് സ്വസ്ഥത തരാൻ, നീ അനുഗ്രഹം പ്രാപിക്കുന്നവനാകാൻ, നീ അനുഗ്രഹിക്കുന്നവനാകാൻ, അവൻ്റെ പുത്രന്റെ സ്വരൂപത്തോട് അനുരൂപരാകാൻ, സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടവനാകാൻ ദൈവം നിന്നെ വിളിക്കുകയാണ് ഈ രാത്രി. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശു ക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക്
നമ്മെ വിളിച്ച ദൈവം നമ്മെ വിളിച്ചത് ദൈവപുത്രന്റെ ജീവൻ പങ്കുവെക്കാനാ. കുറ്റൂരായി കിടന്ന നീ അകൃത്യത്തിലും പാപത്തിലും മരിച്ച് ലോകമാം ശവപ്പറമ്പിൽ ഇപ്പോൾ ആമേൻ വ്യാപരിക്കുന്ന ദുഷ്ടശക്തിക്ക് കീഴ്പ്പെട്ട് അനുസരണക്കേടിൻ്റെ മക്കൾക്കൊപ്പം ലോകത്തിന് കൂത്തൊഴുക്കിൽപ്പെട്ട് ഒഴുകി നടക്കുന്ന ജീവശവമായ നിന്നെ ദൈവം വിളിക്കുന്നത് ദൈവപുത്രന്റെ സ്വർഗീയ ജീവൻ, നിത്യജീവൻ, പരിശുദ്ധ ജീവൻ പങ്കുവെക്കാനാ. നാശത്തിൻ്റെ വഴിത്തലക്കൽ കള്ളന്മാരാൽ പിടിക്കപ്പെട്ട് തേജസ്സിൻ്റെ വസ്ത്രം ഉരിയപ്പെട്ട് അകൃത്യത്തിൻ്റെ മുറിവേറ്റ് ജീവരക്തം വാർന്നു കിടന്ന നിന്നെ രക്ഷിപ്പാൻ അതുവഴി യാദൃച്ഛിക കടന്നുപോയ പുരോഹിതന് കഴിയില്ല. അതുവഴി അന്തപ്പടിയെ പോയ ലേവ്യനും കഴിയില്ല. കാരണം നിന്നെ രക്ഷിപ്പാൻ അവരുടെ കയ്യിൽ ഒരു ചുക്കുമില്ല. അവർ യാദൃച്ഛിക പോയതാ, ബൈ ചാൻസിൽ പോയതാ. എന്നാൽ ഇങ്ങനൊരുത്തൻ ഇവിടെ കിടക്കുമെന്ന് അറിഞ്ഞുകൊണ്ട് അവന് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാനുള്ളതെല്ലാം കരുതിക്കൊണ്ട് അതുവഴി വന്ന ഒരുത്തനുണ്ട്. അവനെ ആ നല്ല ശമര്യക്കാരൻ എന്ന് പറയുന്നത്. അവൻ വന്നു, ഇവനെ കണ്ടു, വാഹനമൃഗത്തിൽ നിറങ്ങി അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ഫസ്റ്റ് എയ്ഡിൻ്റെ ബോക്സ് അടിച്ചു. ആമേൻ അർത്ഥപ്രാണനായി കിടക്കുന്ന മനുഷ്യന് ജീവൻ പകരാൻ പുതുവീഞ്ഞവൻ്റെ വായിലേക്ക് പകർന്നു. മുറിവുകളെ ഉണക്കാൻ എണ്ണ അവൻ്റെ മുറിവുകളിലേക്ക് പകർന്നു. ആമേൻ അവനെ വെച്ച് കെട്ടി അവനെ പൊക്കിയെടുത്ത് തൻ്റെ വാഹനമൃഗത്തിന്മേൽ വെച്ച് മാർവോട് ചേർത്തണച്ച് വഴിയമ്പലമാകുന്ന സഭയ്ക്കകത്തെ കൊണ്ടുവന്ന് ആമേൻ സൂക്ഷിപ്പുകാരനായ പരിശുദ്ധാത്മാവിൻ്റെ നിയന്ത്രണത്തിൽ അവനെ ഏൽപ്പിച്ച് പഴയതും പുതിയതുമായ 12 നിയമങ്ങൾ അടങ്ങിയ ദൈവവചനം അവനെ പാലിക്കാൻ, അവനെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കാൻ, അവനെ ക്രിസ്ത്യാനിരൂപനാക്കി വളർത്തിയെടുക്കാൻ അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് മടങ്ങി വരുന്നത് വരെ ഇവനെ കീപ്പ് ചെയ്യുക. ആദ്യം വല്ലതും ചെലവിട്ടാൽ സിന്നഡ് കൂടി പുതിയതൊന്നും ഉണ്ടാക്കണ്ട, ഈ 2 വെള്ളിക്കാശിനകത്ത് നിന്നോണം, അധികം വന്നാൽ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞു പോയവൻ ഈ രാത്രി നിന്നെ തേടി വന്നത് നിനക്ക് ജീവൻ തരാനാ, സമൃദ്ധിയായ ജീവൻ തരാൻ, ശക്തമായ ജീവിതം തരാൻ. ഹല്ലേലൂയ. ഈ രാത്രി യേശുവിൻ്റെ ജീവൻ പങ്കുവെക്കാൻ നിന്നെ വിളിക്കുമ്പോൾ ആ പങ്ക് എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു എന്ന് ധൈര്യത്തോടെ പറയത്തക്കോണം. നമ്മുടെ ജീവനായ ക്രിസ്തു എന്ന് പറയത്തക്കോണം. ക്രിസ്തു നമ്മുടെ ജീവനാകാൻ പിതാവ് നമ്മെ വിളിക്കുന്നു. ദൈവപുത്രന്റെ ജീവൻ പങ്കുവെക്കുന്ന എല്ലാ ദൈവമക്കളും കടമുയർത്തി ഒരു സ്തോത്രം ചെയ്തേ. ഇതെന്തു ഭാഗ്യം, യേശുനാഥനോട് ചേർന്ന് അവൻ്റെ ജീവൻ പങ്കുവെക്കാൻ നമുക്ക് കഴിയുന്നത്. Because he lives, I can face tomorrow. Because he lives, I live. അവൻ ജീവിക്കുന്നത് കൊണ്ടാ നമ്മൾ ജീവിക്കുന്നത്. അവൻ ജീവിക്കുന്നതുകൊണ്ടാ നമുക്ക് ധൈര്യത്തോട് പറയാൻ കഴിയുന്നത്, അനാഥനല്ല ഞാനിനി, അനാഥനല്ല ഞാനിനി. ഹല്ലേലൂയ. അവൻ ജീവിക്കുന്നതുകൊണ്ടാണ് നാം പറയുന്നത്, നാളെയെക്കുറിച്ച് ആകുല ചിന്തയില്ല, നാളെയെക്കുറിച്ച് ഒരു ഭീതിയുമില്ല. ഹല്ലേലൂയ. താൻ വാഴുകയാൽ. ഹല്ലേലൂയ. 2, ആ ജീവൻ നാം പങ്കുവെക്കണമെങ്കിൽ അവൻ്റെ മരണം കൂടെ നമ്മൾ പങ്കുവെക്കണം. അവൻ്റെ മരണത്തിൽ പങ്കാളികളാകാൻ നമുക്ക് ദൈവം തന്നിരിക്കുന്ന മാർഗം മറ്റൊന്നുമല്ല, യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളായി തീർന്ന സ്നാനത്താൽ അവനോടുകൂടെ കുഴിച്ചിടപ്പെട്ടു. എന്തിന്? അവൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ജീവൻ്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് തന്നെ. സ്നാനം കർത്താവിൻ്റെ കൽപ്പനയാണ്. സ്നാനം
കർത്താവ് കാണിച്ച മാതൃകയാണ്. സ്നാനം അപ്പോസ്തോലിക ഉപദേശമാണ്. സ്നാനം അപ്പോസ്തോലിക നടപടിയാണ്. സ്നാനം നല്ല മനസ്സാക്ഷിക്കുള്ള അപേക്ഷയാണ്. സ്നാനം യേശുവിൻ്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കാനാണ്. യേശു കാണിച്ച മാതൃക പ്രകാരം ഈ അടുത്ത സമയത്താണ് ദഹന പെരുന്നാൾ കൊണ്ടാടിയത്. ദഹന പെരുന്നാൾ എന്ന് പറഞ്ഞാൽ ഓർത്തഡോക്സുകാർക്കേ മനസ്സിലാകൂ, നിങ്ങൾക്ക് മനസ്സിലായില്ല. യേശു കർത്താവ് സ്നാനപ്പെട്ട പെരുന്നാളാണ്. അന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു ചിത്രം വളരെ കാര്യമായിട്ട് പ്രചരിച്ചു. യോഹന്നാൻ സ്നാപകൻ ഒരു തറ്റും താറും ഒക്കെ കൊടുത്ത് താടിയും വെച്ച് അത് യോർദാൻ നദിയിൽ നിൽക്കുക. യേശു വന്ന് അതുപോലെ ഒരു തറ്റുടുത്ത് താറുടുത്ത് താടിയായിട്ട് വന്ന് യോഹന്നാൻ്റെ മുമ്പിൽ നിൽക്കുക. ഉടനെ യോഹന്നാൻ ഒരു കൈക്കുമ്പിൾ വെള്ളം മേപ്പോട്ടെടുത്ത് യേശുവിൻ്റെ തലയിലോട്ട് ഒഴിച്ചു. ഉടനെ സ്വർഗം തുറന്നു, പ്രാവ് ഇറങ്ങി വന്നു. ഏത് പുസ്തകത്തിലത്? ഏത് പുസ്തകത്തിലത്? ഇന്നും ജനം ഇത്ര വിഡ്ഢികളാണോ? യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് പൊങ്ങി വന്നു. അപ്പോൾ സ്വർഗം തുറന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, സ്നാനം കൊച്ചു കാര്യമല്ല. സ്നാനം 6 സെക്കൻഡ് കൊണ്ട് നടത്താവുന്ന കാര്യമാണ്. പക്ഷെ നിന്റെ നിത്യത നിർണ്ണയിക്കും, നിന്റെ ഡെസ്റ്റിനി മാറ്റും, നിന്നെ ആളും മാറ്റും. സ്നാനം കൊച്ചു കാര്യമല്ല. സ്നാനത്തിൽ നീ യേശുവിൻ്റെ കൂടെ കുടിച്ചിടപ്പെടും. സ്നാനത്തിൽ നീ യേശുവിൻ്റെ കൂടെ ഉയർത്തെഴുന്നേൽക്കും. സ്നാനത്തിൽ നീ യേശുവിനോടുകൂടെ ഹല്ലേലൂയ ആക്കപ്പെടും. ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്നാനം കൊച്ചു കാര്യമല്ല. സ്നാനം സ്വർഗം തുറക്കുന്ന കാര്യമാണ്. അപ്പം പറഞ്ഞേക്കും, അമ്മ പറഞ്ഞേക്കും, നീ എൻ്റെ മോനല്ലടാന്ന്. എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. സ്നാനപ്പെട്ടവൻ്റെ എൻ്റെ അപ്പന് ദേഷ്യം കയറി. അദ്ദേഹവും പറഞ്ഞു, കുറേ പേരുടെ പേരുമൊക്കെ പറഞ്ഞു, അവരിലേക്ക് കൂടെ പോയി കലക്കവെള്ളത്തിൽ മുങ്ങി, നീ എൻ്റെ മോനല്ലടാന്ന്. പക്ഷെ സ്വർഗം വലിച്ചു പറഞ്ഞേച്ച് പറഞ്ഞു, നീ എൻ്റെ മോനാന്ന്. അതാ ഞാനിവിടെ നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞാനിവിടെ നിൽക്കുന്നത്. സ്നാനപ്പെടുമ്പോഴേ ആമേൻ ഒരു ചോദ്യത്തിന് മറുപടിയാവും. 30 വർഷം നാട്ടുകാർ ചോദിച്ചു, ഇവൻ ആരുടെ മോനാന്ന്. ഹല്ലേലൂയ. എന്നാൽ 30 വർഷം കഴിഞ്ഞപ്പം സ്നാനമേറ്റ ഉടനെ ആമേൻ ചോദ്യമെല്ലാം മാറി. യേശുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദൈവം പറഞ്ഞു, ഇവൻ എൻ്റെ മോനാ, മറിയയുടെ മോനല്ല, യോസഫിൻ്റെ മോനല്ല. ആമേൻ ഇവൻ വ്യഭിചാരിണിയുടെ മകനല്ല, ഇവൻ എൻ്റെ മോനാ. സ്വർഗം നിന്നെ അംഗീകരിക്കുന്ന ദിവസം അത്. സ്വർഗം തുറക്കുന്ന ദിവസം. സ്വർഗത്തിൻ്റെ ആത്മാവ് നിന്റെ മേൽ പതിക്കുന്ന ദിവസം അത്. നീ സ്വർഗത്തിൽ കർത്താവിനോടുകൂടെ ഇരുത്തപ്പെടുന്ന ദിവസമാണത്. നീ ദൈവ പൈതലായി മാറ്റപ്പെടുന്ന ദിവസമാണത്. സ്നാനപ്പെട്ടില്ലേ, എന്നാ കുഴപ്പം പാസ്റ്ററെ എന്നൊരു ചോദ്യമുണ്ട്. എങ്കിലും ന്യായശാസ്ത്രികളും പരീശരും യോവാനാൽ ജ്ഞാനസ്നാനം പെറാമൽ தேவனுடைய ஆலோசனை തങ്ങൾക്ക് കേടുണ്ടാവതാകെ തള്ളിവിട്ടാர்கள். നീ നിനക്ക് ദോഷം ചെയ്യരുത്. ദൈവകൽപ്പന അനുസരിക്കുന്നില്ലെങ്കിൽ എനിക്കൊരു ദോഷവുമില്ല, പാസ്റ്റർക്കൊരു ദോഷമില്ല, ഇവിടുത്തെ സഭയ്ക്കും ഒരു കുഴപ്പമില്ല. നീ നിനക്ക് ദോഷം ചെയ്യും. ഇന്ന് രാത്രി ആമേൻ, നിനക്ക് ദോഷം ചെയ്യാതെ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാൻ നീ തയ്യാറാകുക. ഹല്ലേലൂയ. അങ്ങനെ നീ ചെയ്താൽ നിനക്ക് യേശുവിനോടുകൂടെ പദവി, അവൻ്റെ പദവി പങ്കുവെക്കാൻ. മരിച്ച ലാസറിനെ അവിടുന്ന് എഴുന്നേൽപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷേ കർത്താവ് അവിടെ കൊണ്ട് നിർത്തിയില്ല. അവൻ്റെ കുപ്പായം, അതേ കല്ലറ കുപ്പായം കളഞ്ഞ് അവനെ കൃപയുടെ കുപ്പായം ധരിച്ച് 11-ാം അധ്യായത്തിലെ ആ അവസ്ഥ മാറ്റി 12-ാം അധ്യായത്തിൽ യേശുവിൻ്റെ കൂടെ പന്തിക്കിരുത്തിയെങ്കിൽ സ്നാനപ്പെടുന്ന നിന്നെ അവനോടുകൂടെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയെന്ന് തിരുവെഴുത്ത് പറയുന്നു. അവിടെ കൊണ്ട് തീരില്ല. അവൻ്റെ കഷ്ടാനുഭവം, അവൻ്റെ മരണത്തിൽ പങ്കാളിയായെങ്കിൽ അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയിൽ പങ്കാളിയാകും. യേശുവിനെ മരിച്ചവൻ്റെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അത്യന്ത ശക്തി ലോകം കണ്ടതിലേക്കും ഏറ്റവും വലിയ ശക്തിയാണ്. അത് പങ്കുവെക്കാനാണ് നിന്നെ വിളിച്ചേ. നിനക്കറിയാവോ,
100 വർഷങ്ങൾക്ക് മുമ്പ് 314 പേരെ കൊണ്ട് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ഒരു പെന്തക്കോസ്ത് സംഭവം ഉണ്ടായി. 100 വർഷം കഴിഞ്ഞപ്പം അത് 70,700,000,000 വളർന്നു. ചർച്ച് ഓഫ് ഗോഡ് ലോകത്തിൽ 182 രാജ്യങ്ങളിൽ വ്യാപരിച്ചു. IPC ഹല്ലേലൂയ ഇന്ത്യയിൽ മാത്രമല്ല, മലയാളികൾ എവിടെ ഉണ്ടോ അവിടെ എല്ലാം വ്യാപരിച്ചു. പ്രൈസ് ദി ലോർഡ്. പെന്തക്കോസ്ത് എന്ന സമൂഹം ഉണ്ടല്ലോ, ആർക്കും വേണ്ടാതെ എല്ലാവരാലും നിഷേധിക്കപ്പെട്ട സമൂഹം ഇന്ന് ലോകം കണ്ട ഏറ്റവും വലിയ ശക്തിയായിട്ട് മാറാൻ കാരണം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അത്യന്ത ശക്തിയുടെ വ്യാപാരത്താൽ നിറയപ്പെട്ട സമൂഹമാണ്. സമൂഹത്തെ വെല്ലുവിളിക്കാൻ മതശക്തികൾക്ക് കഴിഞ്ഞില്ല, പൈശാചിക ശക്തികൾക്ക് കഴിഞ്ഞില്ല, ഗവൺമെന്റിന് കഴിഞ്ഞില്ല. എന്താ കാര്യം? ഈ ശക്തി എക്സീഡിങ് ഗ്രേറ്റ് പവർ, മെഗാ ഡുനാമിസ്, ഇത് സ്വർഗത്തിൻ്റെ ഭയങ്കര ശക്തിയാണ്. ഈ ശക്തി നിന്റെ മേൽ പകർന്നത് അവൻ്റെ ശുശ്രൂഷയിൽ നീ പങ്കാളിയാകാനാ. നിനക്കൊരു ശുശ്രൂഷയുണ്ട്. പാസ്റ്ററൽ മിനിസ്ട്രി മാത്രമല്ല, മിനിസ്ട്രി നിങ്ങൾക്കെല്ലാം ശുശ്രൂഷയുണ്ട്. സഹോദരിമാർക്ക് ആ പ്രിയപ്പെട്ട സഹോദരി കയറി നിന്ന് മനോഹരമായി പാടിയത് കണ്ടപ്പോൾ നമുക്കെല്ലാം അതുപോലെ ഓരോ ശുശ്രൂഷകളുണ്ട്. അതിനെ പൗലോസ്ലീഹ പറഞ്ഞത് ശരീരത്തിൻ്റെ ഉപമയാണ്. ഉച്ചി തൊട്ട് ഉള്ളംകാൽ വരുന്നു നോക്കിയേ, എല്ലാം ഒന്ന് കണ്ടേ. വല്ലവരുടെ അല്ല, നിങ്ങളുടെ ഉച്ചി തൊട്ട് താപ്പോട്ട് താഴെ വരെ ഏതെങ്കിലും ഒരു അവയവം ഉണ്ടോ ഒരു ഫങ്ഷൻ ഇല്ലാതെ? പണ്ടൊക്കെ പറയായിരുന്നു, ഉണ്ട് പാസ്റ്ററെ അപ്പൻഡിക്സ് ഇല്ല, ഇപ്പൊ അതിനുമുണ്ട് ഫങ്ഷൻ എന്ന് കണ്ടുപിടിച്ചു. എല്ലാത്തിനും ഇല്ലേ ഫങ്ഷൻ? നീ യേശുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമല്ലേ? നീയും യേശുവിൻ്റെ ശരീരത്തിൻ്റെ അംഗമായതുകൊണ്ട് നിനക്കുണ്ടൊരു ശുശ്രൂഷ. സ്തോത്രം. ആരെയും കൊച്ചാക്കല്ലേ. ഏതാ വലുത്? ഡിപ്പെൻസ്. ആർക്കും പറയാൻ ഒക്കത്തില്ല. വല്ലതും കാണണമെങ്കിൽ കണ്ണാ വലുത്, കേൾക്കണമെങ്കിൽ ചെവിയാ വലുത്, സംസാരിക്കണേ നാക്കാ വലുത്, മണക്കണേ മൂക്കാ വലുത്, ഹല്ലേലൂയ വല്ലതും ചെയ്യണേ കയ്യാ വലുത്, നടക്കണമെങ്കിൽ കാലാ വലുത്, കൊടുക്കണമെങ്കിൽ ആമേൻ ഹൃദയവാ വലുത്. മനസ്സിലായോ? എല്ലാം അതതിൻ്റെ സ്ഥാനത്ത് പ്രധാനപ്പെട്ട. പണ്ടൊക്കെ ഇവിടുത്തുകാർക്ക് ദേഷ്യം വരുമ്പം അവർ ചെയ്യുന്നൊരു കാര്യം, ഞാൻ ഓരോന്നറിയോടെ ഇത്ര ഉള്ളടാ നീ, എത്ര എന്തായാലും നിന്റെ മൂക്ക് വലിച്ചു പറിച്ചില്ലല്ലോ, അങ്ങ് ചൊറച്ചിൽ കയറിയപ്പം വലിയ വലിച്ചേ. എന്നാൽ നിന്നോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കാം, അതെവിടാണ് തമ്പുരാൻ ഫിറ്റ് ചെയ്തേ? നിന്റെ മണ്ടയ്ക്ക്. അതിന് മോളി വല്ലതും ഉണ്ടോടാ? അതിൻ്റെ മോളി വല്ലതും ഉണ്ടോ? ഇല്ലല്ലോ. പറഞ്ഞതിൻ്റെ അർത്ഥം നീ ഏറ്റവും നിസാരമെന്ന് കണ്ടതിനെ തമ്പുരാൻ ഏറ്റവും മോളി കൊണ്ടുവച്ചു. ആരും ദൈവസനയിൽ നിസാരരല്ല. നീ ദൈവത്തിന് മാന്യയാണ്, നീ ദൈവത്തിന് വിലയേറിയവനാണ്. നീ കൊച്ചു പുള്ളിയല്ല, നീ ആപ്പേ ഉപ്പയല്ല. ദൈവപുത്രൻ്റെ ചങ്കിലെ ചോര കൊടുത്ത നിന്നെ വാങ്ങിച്ചത്, ദൈവപുത്രൻ്റെ ചങ്കിലെ ചോര കൊടുത്ത നിന്നെ വാങ്ങിച്ചത്. നിനക്കൊരു മിനിസ്ട്രി ഉണ്ട്. നിന്റെ മിനിസ്ട്രി എന്താണെന്ന് നീ കണ്ടുപിടിക്കണം. നിന്റെ വിളിയും തെരഞ്ഞെടുപ്പും നീ ഉറപ്പാക്കണം. നീ അധികം ഒന്നും മറിക്കണ്ട. മറിയ ചെയ്തതുപോലെ ദൈവം നിനക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് നിന്നാലാവത് കർത്താവിന് വേണ്ടി ചെയ്യണം. ഹല്ലേലൂയ. അവൻ്റെ ശുശ്രൂഷയിൽ മാത്രമല്ല പങ്കാളിത്തം, അവൻ്റെ കഷ്ടാനുഭവങ്ങളിൽ നിനക്ക് പങ്കാളിത്തമുണ്ട്. സ്തോത്രം. അത് വേണ്ട പക്ഷേ, ഇപ്പം തന്നെ ആവശ്യം പോലെ ഉണ്ട് കഷ്ടം. ഇനി അതിൻ്റെ പങ്കാളിത്തം കൂടെ ഇല്ലാതെ വേണ്ട കർത്താവേ. സ്തോത്രം. അതിനൊരു കാര്യമുണ്ട്. പൗലോസ്ലീഹ ഉണ്ടല്ലോ, അവൻ പറയാ, ഞാനിപ്പം ഊളം പറയുന്ന ഊളിയിട്ട് വന്നതുപോലെ നിങ്ങൾക്ക് തോന്നും, ഞാൻ കുതിരവട്ടത്തുനിന്ന് കുതിര കയറി വന്നതുപോലെ വരുന്നെന്ന് നിങ്ങൾക്ക് തോന്നും, ഞാൻ ബുദ്ധിഭ്രമമായിട്ട് ഒരു ഭ്രാന്തനെ പോലെ സംസാരിക്കുന്നെന്ന് നിങ്ങൾക്ക് തോന്നും. എന്നാൽ പൗലോസ് പറയാ, നിങ്ങളെല്ലാവരെക്കാളും കൂടുതൽ ഞാൻ കഷ്ടം അനുഭവിച്ചു.
5 വട്ടം കോല് കൊണ്ട് അടിക്കപ്പെട്ടു. 3 വട്ടം ആമേ അതെ അല്ല 1 40 5 വട്ടം കൊണ്ടു കോലുകൊണ്ട് 3 വട്ടം കപ്പൽ ഛേദം, കരയിലെ ആപത്ത്, കടലിലെ ആപത്ത്, ഇതൊക്കെ ഞാൻ സഹിച്ചു. എന്നാൽ പൗലോസ് പറയുക, എനിക്കൊരാഗ്രഹമുണ്ട്. എന്തോ ആഗ്രഹം എന്നറിയാമോ? അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവത്തിൻ്റെ കൂട്ടായ്മയും എനിക്ക് അനുഭവിച്ചറിയേണ്ടതിന്. പൗലോസേ, ഇത്രയും സഹിച്ച നീ, ക്രൂശിൻ്റെ ചൂടടയാളം സ്വന്തം ശരീരത്തിൽ വഹിക്കുന്ന നീ പിന്നെയും കഷ്ടപ്പെടാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. പൗലോസ് പറയാ, നിങ്ങൾക്ക് കഷ്ടമെന്ന് പറയുമ്പോഴേ പേടിയാ. കാരണം നിങ്ങൾ കേൾക്കുന്ന കഷ്ടമെന്നാ, ഞാൻ കേൾക്കുന്ന അങ്ങനെയല്ല. കൂട്ടായ്മയുടെ കഷ്ടമെന്നാ, ഫെലോഷിപ്പ് ഓഫ് ഈ സഫറിങ് എന്നാ. ആദ്യം കൂട്ടായ്മയാ, പിന്നെ കഷ്ടം. കർത്താവ് പറഞ്ഞ ഓർമ്മയുണ്ടോ? നിങ്ങൾ എന്നോട് ചേർന്ന് എൻ്റെ മുഖം ഏറ്റെടുത്ത് എന്നോട് പഠിപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് ആശ്വാസം ഹൃദയത്തിന്. അതെങ്ങനെ? നുകം കയ്പല്ലേ? നുകം ഭാരമല്ലേ? നുകം ചുമടല്ലേ? കർത്താവ് പറയുക, എൻ്റെ നുകം ഏറ്റെടുക്ക്, ഭാരം മാറും, ആശ്വാസം കിട്ടും. എൻ്റെ അർത്ഥം എന്താ നിങ്ങൾക്കറിയോ? ഞാൻ ഇന്ത്യയിൽ 3 നുകം കണ്ടിട്ടുണ്ട്. ഒന്ന് മണിപ്പൂരില്ല, അതൊരു മനുഷ്യൻ്റെ കഴുത്തേ വെക്കും. 2 മൈസൂറില്ല, അതൊരു കാളയുടെ കഴുത്തേ വെക്കും. 3 മലബാറിൽ കയറി കഴിയുമ്പോഴാണ് കേരളത്തിലെ നുകം 2 കാളയുടെ കഴുത്തേലാണ് വെക്കുന്നത്. അതിൽ യേശുവിൻ്റെ നുകം തനി മലയാളിയുടെ നുകം. അതിന് 2 പോളുണ്ട്. അതിൽ നിന്നെ എവിടെ കെട്ടിയെന്ന് നിനക്കറിയോ? ഇടത്ത്. വലത്തേതാ ആരുടെയെന്നറിയോ? അതാ മുഖത്തിൻ്റെ ഉടമസ്ഥൻ്റെയാണ്, യേശുവിൻ്റെ. എൻ്റെ കുട്ടിക്കാലത്ത് ഞങ്ങൾക്ക് കുന്നേ വടക്കേ വശത്ത്, കരിപ്പോട്ട് തെക്കേ വശത്ത് ഒരു വയലുണ്ടായിരുന്നു. അവിടെ കാളയെ പൂട്ടാനായിട്ട് അതേ നാണവും പാച്ചനും ഒക്കെ വരും. 2 കാളയും 3 കാളയൊക്കെ പൂട്ടുമ്പം വലിയപ്പച്ചൻ കുളത്തിൻ്റെ കരയിൽ ആ തെങ്ങിൻ്റെ ചുവട്ട് നിൽക്കുക. അപ്പച്ചൻ്റെ കയ്യെ പിടിച്ചുകൊണ്ട് ഞാനും നിൽപ്പുണ്ട്. ഒരു ദിവസം പൂട്ടിക്കൊണ്ട് നിൽക്കുമ്പം പുറയിലറ്റം നാണുവാണ് നിൽക്കുന്നേ. നാണുവിൻ്റെ കാളകളിൽ ഒരു കാള, വലത്തെ കാള ചടഞ്ഞു പടഞ്ഞ് താഴെ വീണു. ഉടനെ അപ്പച്ചൻ അവിടെ നിന്നുകൊണ്ട് ഒരലർക്കം, എടാ നാണു, ആ കള്ളക്കാളെ അഴിച്ച് ഇടത്ത് കെട്ടറാ, ഇടത്തെ കാളെ അഴിച്ച് ആ മൂരിക്കുട്ടനെ വലത്ത് കെട്ടറാ. നിമിഷത്തിനുള്ളിൽ ലക്ഷ്യം ചടഞ്ഞു പടഞ്ഞു വീണ വലത്തെ കള്ളക്കാളെ അഴിച്ച് ഇടത്തു കെട്ടി. നാണോ വലത്തെ മൂരിക്കുട്ടനെ അഴിച്ച് വലത്തും കെട്ടി. പൂട്ടു തുടങ്ങി. വൈകുന്നേരത്ത് 3 മണി വരെ പൂട്ടിയിട്ട് കള്ളക്കാള പിന്നെ വീണില്ല. പക്ഷേ കാളയ്ക്ക് വീഴാൻ മനസ്സിലഞ്ഞിട്ടില്ല. പലപ്പോഴും ചടഞ്ഞു പറഞ്ഞ് വീഴാൻ നോക്കിയതാ. പക്ഷേ വീഴാൻ നോക്കുമ്പോഴെല്ലാം വലത്ത് നിൽക്കുന്ന മോരിക്കുട്ടൻ വലിച്ചുകൊണ്ടങ്ങ് പോവുക. നീ വീഴാഞ്ഞിട്ടല്ല, നീ ചടഞ്ഞു പറഞ്ഞ് താഴെ വീഴാഞ്ഞിട്ടല്ല, വലത്തു നിന്നവൻ നിന്നെ വലിച്ചോണ്ട് പോയതുകൊണ്ടാ. ആമേൻ. ഞാൻ വലത്തു ഭാഗത്ത് നിനക്ക് തണൽ. നമ്മൾ ഒറ്റയ്ക്ക് ഭാരം വലിക്കുകയല്ല, നമ്മൾ ഒറ്റയ്ക്ക് ഇതങ്ങ് വലിക്കുകയല്ല. നമ്മുടെ വലത്തു ഭാഗത്ത് നമുക്ക് ബലമേകുന്ന, നമുക്ക് തണലേകുന്ന, ഈ യാത്രയിൽ പതറാതെ ആമേൻ പൊൻകരത്താൽ താങ്ങുന്ന, ഹല്ലേലൂയ, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, ഹല്ലേലൂയ, അന്ത്യം വരെ കാക്കുവാൻ വലങ്കരം കൊണ്ട് പൊൻകരം കൊണ്ട് താങ്ങുന്ന ഒരുവൻ. നുകത്തിൻ കീഴിലാണെങ്കിലും അവൻ്റെ കൂടെ ആയിരിക്കുന്നത് ശ്രേഷ്ഠമാണ്. തീച്ചൂളയുടെ നടുവിലാണെങ്കിലും 4ാമൻ്റെ സാന്നിധ്യം മനോഹരമാണ്. മരുഭൂമിയിലാണെങ്കിലും പ്രിയൻ്റെ മാർവോട് ചേർന്ന് നിൽക്കുന്നത് ഗുണമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാളയത്തിന് പുറത്താണെങ്കിലും തിരശ്ശീലയ്ക്കുള്ളിൽ യേശുവിൻ്റെ അടുക്കലായിരിക്കുന്നത് ശ്രേഷ്ഠമാണ്. കറ്റത് കൊണ്ട് തീരില്ല മോളെ, തീരില്ല മോനെ. ഹല്ലേലൂയ. അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ തൻ്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ ശക്തീകരിച്ച് ഉറപ്പിച്ച് ബലപ്പെടുത്തും.
മഹത്വം എന്നേക്കും അവനുള്ളത്. ആമേൻ, ആമേൻ, ആമേൻ. ഈ കഷ്ടത്തിനപ്പുറത്ത് ഒരു മഹത്വമുണ്ട്. എന്താ നമ്മൾ പാടിയത്? ഇടിയും നിന്നതയും കഷ്ടവും ഒക്കെ ഉണ്ടായിരിക്കും, എങ്കിലും അതിനപ്പുറത്ത് ഒരു മഹിമയുണ്ട്, ഒരു മഹിമയുണ്ട്. ഞാൻ ഉറപ്പിച്ചു പറയട്ടെ, നിന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവൻ, ഉണ്മയുള്ളവൻ, ഉണ്മയുള്ളവൻ. അവൻ നിന്നെ അന്ത്യത്തോളം കാക്കാൻ ശക്തൻ. അത് കഴിയുമ്പോൾ മഹത്വം നമുക്കായി കാത്തിരിക്കുന്നു. ആ ദൈവപുത്രൻ്റെ മനോഹരമായ മൃദുസ്വരമായ ആ വിളിയുടെ മുമ്പിൽ ആര് കീഴ്പ്പെടും? യേശു നിന്നെ വിളിക്കുന്നു, അൻപായി നിന്നെ വിളിക്കുന്നു. യേശു വിളിക്കുന്നു. വരുമോ ആ വിളിയുടെ മുമ്പിൽ? ആ വിശ്വസ്തനായവൻ്റെ വിളി കേട്ട് നിത്യജീവൻ പ്രാപിപ്പാൻ, അവനോടൊപ്പം പോകാൻ എത്ര പേര് തയ്യാറുണ്ട്? ആ വിളി കേട്ടവരെല്ലാം കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടെ സ്തോത്രം ചെയ്താട്ട്.